റീന തന്റെ ഓഫീസിലേക്ക് 20 km/h വേഗതയിൽ യാത്ര ചെയ്തപ്പോൾ 10 മിനിറ്റ് താമസിച്ചു. അടുത്ത ദിവസം 30 km/h വേഗതയിൽ യാത്ര ചെയ്തപ്പോൾ 10 മിനിറ്റ് നേരത്തെ എത്തിയെങ്കിൽ ഓഫീസിൽ നിന്നും വീട്ടിലേക്കുള്ള ദൂരം. നമുക്കറിയാം, ദൂരം എന്ന് പറയുന്നത് ഡിയും സമയം എന്ന് പറയുന്നത് ടിയുമാണ്. ഇവിടെ റീന തന്റെ ഓഫീസിലേക്ക് 20 km/h വേഗതയിൽ യാത്ര ചെയ്തപ്പോൾ 10 മിനിറ്റ് താമസിച്ചു എന്നാണ് പറയുന്നത്. അത് നോർമലി എടുക്കുന്ന സമയത്തേക്കാൾ 10 മിനിറ്റ് കൂടുതൽ എടുത്തു. ഇനി അടുത്ത ദിവസം 30 km/h വേഗതയിൽ യാത്ര ചെയ്തപ്പോഴത്തേക്ക് 10 മിനിറ്റ് നേരത്തെ എത്തി എന്നാണ് പറയുന്നത്. അത് നോർമലി എടുക്കുന്ന സമയത്തേക്കാൾ 10 മിനിറ്റ് കുറവാണ് എടുത്തത്. അങ്ങനെയെങ്കിൽ നമുക്ക് സമയത്തെ രണ്ടിനെയും കൂടി ഈക്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 20 km/h വേഗതയിൽ യാത്ര ചെയ്തപ്പോൾ എടുത്ത സമയത്തിൽ നിന്ന് 10 മിനിറ്റ് കുറയ്ക്കുന്നതും 30 km/h വേഗതയിൽ യാത്ര ചെയ്തപ്പോഴത്തേക്ക് എടുത്ത 10 മിനിറ്റ് നേരത്തെ എത്തിയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് 10 മിനിറ്റ് കൂട്ടുന്നതും തുല്യമായിരിക്കും അല്ലേ? അങ്ങനെയെങ്കിൽ d/20 മൈനസ് 10/60 d/30 പ്ലസ് 10/60 ആയിരിക്കും. ഇവിടെ മിനിറ്റുകളെ മണിക്കൂറുകളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് 10 മിനിറ്റ്സിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡിയുടെ ടേംസ് രണ്ടും ഒരു സൈഡിലേക്ക് അയക്കുമ്പോൾ d/20 മൈനസ് d/30 10/60 പ്ലസ് 10/60 എന്ന് എഴുതും. ഇപ്പുറത്തെ മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് പ്ലസ് 10/60 എന്നാവും. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 30d മൈനസ് 20d എന്ന് പറഞ്ഞാൽ 10d ഡിവൈഡ് ബൈ 20 ഇൻറ്റു 30 20/60 എന്നാവും. അപ്പോൾ d 20/60 ഇൻറ്റു 20 ഇൻറ്റു 30 ഡിവൈഡ് ബൈ 10 എന്നാവും. ഇനി അതിനെ നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് d 20 എന്ന ആൻസർ കിട്ടും. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 കിലോമീറ്റേഴ്സ് ആണ്.